പിടിച്ചു പറയും മോഷണമായിട്ട് നടന്ന വാൽമീകി രാമായണം എഴുതിയില്ലേ? യുദ്ധക്കളത്തിൽ രക്തം കണ്ട് മനസ്സ് മരവിച്ചെന്ന അശോക ചക്രവർത്തി വാള് താഴെ വച്ചിട്ട് ബുദ്ധമതം സ്വീകരിച്ചില്ലേ? മാറണം മാമ, മാറേണ്ടത് മനുഷ്യനാണ്, മനുഷ്യരാശിയാണ്. എല്ലാത്തിനും ഒരു മാറ്റം വരും. അഞ്ചാവാടാ നീ നീ കുടി നിർത്തിയെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഇത്രയും ഓവറാണെന്ന് അറിഞ്ഞില്ല. ചെറുക്കൻ മൂത്ത് നിൽക്കുന്നു. എന്റെ പൊന്നേ, ഈ ചെറുക്കന് എന്തൊരു പറ്റി? മാമ, മാമനെ കൊണ്ട് ഇത് കുടി നിർത്താൻ പറ്റും. എങ്ങനെ? മാമ ഒരു കാര്യം ചെയ്യും, ഞായറാഴ്ച എന്റെ കൂടെ ഞാൻ കിടന്ന ഡീഅഡിക്ഷൻ സെന്ററില്ലേ, അങ്ങോട്ടൊന്ന് വാ. വന്നിട്ട് അവിടുത്തെ ഡോക്ടറെ കണ്ടൊന്ന് പരിചയപ്പെട്ട് നമ്മളെ കൂട്ടുകാരെ കൊണ്ടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് വൈകുന്നേരം തിരിച്ചു പോരാം. നിന്റെ ഉപദേശമൊക്കെ കൊള്ളാം ഗണേശൻ മോനെ, പക്ഷെ നിന്റെ പപ്പയല്ല എന്റെ പപ്പ. നൈസായിട്ട് എന്നെ അവിടെ കൊണ്ട് തള്ളാനുള്ള പരിപാടിയാണ്. മാമ വിചാരിച്ചാൽ നിർത്താൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല. ഈ കുടി നിർത്താൻ പറ്റും. എന്നെ നോക്ക്, കുടി നിർത്താൻ പറ്റുമെന്ന്. എടാ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം, എനിക്ക് അവിടെ പറഞ്ഞു തന്നാ. നമുക്ക് ഒരു പെഗ് അടിക്കണമെന്ന് തോന്നുമ്പം നമ്മൾ ഒരു നെല്ലിക്കത്തൈ നടണം. 2 പെഗ് അടിക്കണമെന്ന് തോന്നുമ്പം 2 നെല്ലിക്കത്തൈ നടണം. 3 പെഗ് അടിക്കണം. ഈ നെല്ലിക്ക തൈക്ക് പകരം മാവിന്റെ തൈ നടന്നുകൊണ്ട് കുഴപ്പമില്ല. എന്ത് കുഴപ്പം? എല്ലാം പ്രകൃതി തരുന്നതല്ലേ. നമുക്ക് ഏത് തൈ വേണമെങ്കിലും നടാലോ. അതൊക്കെ പോട്ടെ, മാവ് തന്നെ വേണമെന്ന് എന്താ അത്ര നിർബന്ധം? അല്ല, ടച്ചിങ്ങിന് നെല്ലിക്കേക്കാലം മാങ്ങയാണ് നല്ലത്.